രാജ്യത്തിന്റെ ജനസംഖ്യ കുറക്കാൻ വേണ്ടി ഗവൺമെന്റ് പുതിയ ഒരു നിയമം കൊണ്ടുവന്നു. അതായത് സ്കൂളിൽ എക്സാംസിൽ മാർക്ക് കുറയുന്നവർ അഥവാ ഫെയിൽ ആവുന്നവരെ കൊന്നുകളയുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 2016 പുറത്തിറങ്ങിയ നമ്മുടെ ലോഗൻ പോൾ നായകനായി എത്തിയ ദ തിന്നിങ് എന്ന സിനിമയാണ്. കൂട്ടുകാരെ, നിങ്ങൾ നിർബന്ധമായിട്ടും കഥ അവസാനം വരെ കാണണം. കാരണം അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഈ കഥയിലുണ്ട്. ഓവർ പോപ്പുലേഷൻ കാരണം എല്ലാ വർഷവും രാജ്യത്തെ ജനസംഖ്യയുടെ 5% കുറക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സ്കൂളുകളിൽ നടപ്പിലാക്കും. 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയാണ് എക്സാം നടപ്പിലാക്കുക. സാധാരണ സ്കൂളിൽ ഉണ്ടാവുന്ന ഫൈനൽ എക്സാം പോലെയാണ്. എന്നാൽ എക്സാമിൽ ഫെയിൽ ആവുന്ന സ്റ്റുഡൻസിനെ കൊന്നുകളയും. ഈ എക്സാം ദ തിന്നിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. സോ ഇവിടെ നാളെയാണ് എക്സാം നടക്കുന്നത്. അങ്ങനെ പഠിക്കാൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള സൈമൺ എന്ന ഒരു പയ്യന് ലൈന എന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പഠിക്കാനായി പോയതാണ്. ലൈന വളരെ സ്മാർട്ട് ആയിട്ടുള്ള, പഠിക്കാനൊക്കെ മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയാണ്. സൈമൺ എന്നാൽ എനിക്ക് ഇത് തീരെ ആവുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ലൈനയോട് പറയാണ്. കുറച്ചധികം കാശ് കൊടുത്തിട്ടും നീ എനിക്ക് അത് തരുമോ പ്ലീസ് എന്ന് ലൈനയോട് സൈമൺ പറയുകയാണ്. അപ്പോൾ ലൈന സൈമണിന് എന്തോ ഒരു സാധനം കൊടുക്കുന്നത് കാണാം. ഈ കാര്യം നീ ആരോടും പറയാൻ പാടില്ല, ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ഇത് നശിപ്പിക്കണമെന്നും ലൈന സൈമണിനോട് പറയുന്നുണ്ട്. ആ സമയമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ലൈനയുടെ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ ലൈനയെ വിളിച്ചത്. മിസ് ലൈന, താങ്കളുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ സമയമായി എന്ന് പറയാനാണ് ഡോക്ടർ ലൈനയെ വിളിച്ചത്. ഈ സമയം ലൈന സൈമണിന് കൊടുത്ത സാധനം സൈമൺ കണ്ണിൽ വെക്കുന്നത് കാണാം. അപ്പോൾ അത് കണ്ണിൽ വെച്ചാല് ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ അതിൽ കാണാം. അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ലെൻസ് ആണ് എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. സോ ഇവിടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തന്റെ ഇളയ 2 സഹോദരങ്ങളെയും കൂട്ടി ലൈന ആശുപത്രിയിലേക്ക് പോവുകയാണ്. സോ ഇതാണ് അവരുടെ അമ്മ. പുള്ളിക്കാരി ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരുപാട് കാലമായി അമ്മ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നു. എന്നാൽ പെട്ടെന്ന് എന്തിനാണ് ഡോക്ടർ അമ്മയെ ഡിസ്ചാർജ് ചെയ്തത് എന്ന് ലൈനക്ക് മനസ്സിലാകുന്നില്ല. സൈമണ് കുറച്ചധികം കാശ് ലൈനയുടെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങാനായി കൊടുത്തിട്ടില്ലേ, ആ കാശ് ലൈന ഡോക്ടറിന് കൊടുത്തിട്ട് പറയാണ്, ഡോക്ടർ ഈ അവസ്ഥയിൽ എന്തിനാണ് അമ്മയെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്? നിങ്ങൾ അമ്മയെ ചികിത്സിക്ക്, കാശ് എത്ര ആയാലും ഞാൻ സമ്പാദിച്ച് ഇവിടെ എത്തിക്കും. അപ്പോൾ ഡോക്ടർ ആ കാശ് തിരികെ കൊടുത്തിട്ട് പറയാണ്, ലൈന, അമ്മയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അമ്മ ഇനി വളരെ കുറച്ചു കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സമയം അമ്മയെ നന്നായി നോക്കുക, അമ്മയെ സന്തോഷിപ്പിക്കുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ വീട് തന്നെയാണ്, അല്ലാതെ ആശുപത്രിയിൽ കിടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ഇത് കേട്ട് ലേനയ്ക്ക് ശരിക്കും സങ്കടമായി. ഗവർണറിന്റെ വീടാണ് ഇത്. ഗവർണറിന്റെ ഒരേ ഒരു മകനാണ് നമ്മുടെ കഥാനായകനായ ലോഗൻ പോൾ. ലോഗൻ പോളിന്റെ കഥാപാത്രത്തിന്റെ പേര് ബ്ലെയ്ക്ക് എന്നാണ്. പക്ഷെ നമുക്ക് ഈ കഥ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലോഗൻ പോൾ എന്ന് തന്നെ പറയാം. അതല്ലേ അതിന്റെ ഒരു രസം അല്ലേ? സോ ലോഗൻ പോളിന്റെ വീട്ടിൽ മുഴുവനും സെക്യൂരിറ്റീസ് ആണ്. ആ സെക്യൂരിറ്റീസിന്റെ ഒക്കെ കണ്ണു വെട്ടിച്ച് ലോഗൻ പുറത്ത് ഒരു കാറിൽ കയറുന്നത് കാണാം. സോ ആ കാറിൽ വന്നത് ലോഗൻ പോളിന്റെ കാമുകിയായ എല്ലിയാണ്. ഇവരും നാളെ എക്സാം എഴുതുന്നവരാണ്. അങ്ങനെ ആ രാത്രി ഒന്നിച്ച് കറങ്ങാൻ വേണ്ടിയാണ് അവർ പുറത്തു പോയത്. കാറിൽ നിന്ന് അവര് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എല്ലി ലോഗനോട് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, ഞാൻ ഫെയിൽ ആയാലോ, അവർ എന്നെ കൊന്നുകളയില്ലേ? നീ പേടിക്കേണ്ട, നീ ഫെയിൽ ആവത്തില്ല, നീ എന്തായാലും പാസ് ആവുമെന്ന് ലോഗൻ എല്ലിയോട് പറയുന്നുമുണ്ട്. അപ്പോൾ ദാ ലോഗൻ പോളിന്റെ അച്ഛന്റെ സെക്യൂരിറ്റി കാറിലേക്ക് ടോർച്ച് അടിക്കുകയാണ്. എന്നിട്ട് ലോഗനെയും കൂട്ടി അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. സോ ഇദ്ദേഹമാണ് ലോഗൻ പോളിന്റെ അച്ഛന്. ഇദ്ദേഹം ഗവർണർ ആണ്, അതായത് രാജ്യത്തിലെ തന്നെ വൺ ഓഫ് ദി പവർഫുൾ ആയിട്ടുള്ള വ്യക്തി. ഇദ്ദേഹത്തിന് മകനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഹീറോയും അച്ഛനും അത്ര നല്ല ബോണ്ടല്ല. അച്ഛന്റെ പല അഴിമതിയും തെറ്റുകളൊന്നും ലോഗൻ പോളിന് ഇഷ്ടമല്ല. പക്ഷെ അച്ഛനാണെങ്കിൽ മകനെ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛൻ ഇവിടെ മകനെ ഉപദേശിക്കുകയാണ്, നിനക്ക് കാമുകിയുടെ കൂടെ എൻജോയ് ചെയ്യാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഇന്ന് അതിനുള്ള ദിവസമല്ല, നാളെയാണ് പരീക്ഷ, അത് ഓർമ്മ വേണം. നിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? എല്ലി അല്ലെ? അവളുടെ കൂടെ നീ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അവൾ നിന്റെ ജീവിതത്തിൽ എന്നും ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. ഇത് കേട്ട് ലോഗൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അടുത്ത ദിവസം, അതായത് ഇന്നാണ് എക്സാം നടക്കുന്നത്. സോ ഈ ഒരു ബിൽഡിംഗിൽ നിന്നാണ് എക്സാം നടക്കുന്നത്. അവിടെ ഒരുപാട് ഓഫീസേഴ്സിനെ കാണാം. സ്റ്റുഡൻസ് എല്ലാവരും ഭയന്നുകൊണ്ട് എക്സാം എഴുതാനായി പോവുകയാണ്. കഥയുടെ തുടക്കത്തിൽ കണ്ട സൈമണ് ലെൻസും വെച്ച് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് വേഗത്തിൽ വന്ന ഒരു പയ്യന് സൈമണിനെ അറിയാതെ ഇടിക്കുകയും സൈമണിന്റെ കണ്ണിലുള്ള ലെൻസ് ആണെങ്കിൽ നഷ്ടമാവുകയും ചെയ്തു. സൈമൺ താരയിൽ ആ ലെൻസ് കുറെ അന്വേഷിച്ചു. എന്നാൽ ഓഫീസർ, നീ എന്താ അവിടുന്ന് ചെയ്യുന്നേ, വേഗം നടക്കെന്ന് പറഞ്ഞു പേടിപ്പിച്ചു. അങ്ങനെ സൈമണ് ആ ലെൻസ് ഇല്ലാതെ പോവുകയാണ്. ഇവിടെ മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളോട് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷ എഴുതാനെ അയക്കുകയാണ്.
അവർക്കൊക്കെ നല്ല പേടിയുണ്ട്. ലൈന് നടന്നു പോകുമ്പോൾ ലോഗൻ പോൾ ലൈനയുടെ അടുത്ത് വന്നിട്ട് നിന്റെ കയ്യിൽ ആ ലെൻസ് എക്സ്ട്രാ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ എന്റെ കയ്യിലില്ല, ആകെ ഉണ്ടായത് ഞാൻ വേറൊരു പയ്യന് കൊടുത്തു എന്നും ലൈന ലോഗനോട് പറയുകയാണ്. ഇനി വേറെ കാര്യം പറയുകയാണെങ്കിൽ ലൈനക്ക് പണ്ട് മുതലേ ലോഗൻ പോളിനോട് ക്രഷ് ഉണ്ട്. എന്നാൽ ലൈന അത് ഇതുവരെ ലോഗൻ പോളിനോട് പറഞ്ഞിട്ടില്ല. ലൈനയുടെ അടുത്ത് വന്ന് ഈ പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്റെ പേരാണ് കെല്ലൻ. ലൈനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതേപോലെ ഇവൻ ആള് ഭയങ്കര ടെക്കിയാണ്. അവന് പെട്ടെന്ന് ഏതൊരു ഡിവൈസും ഹാക്ക് ചെയ്യാനൊക്കെ പറ്റും. ആള് ആ കാര്യത്തിൽ ജീനിയസ് ആണ്. ഇവിടെ ഒരു ഓഫീസർ ഒരു സ്റ്റുഡന്റിനെ സ്കാൻ ചെയ്യുമ്പോൾ അവൻ അവന്റെ കയ്യിൽ ഇൻവിസിബിൾ പെന്ന് വെച്ച് കോപ്പി അടിക്കാൻ ഉത്തരങ്ങൾ എഴുതിയതായിട്ട് ഓഫീസർ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഇത് തന്നെ ജീവന് തന്നെ അപകടമാണ് എന്ന് മനസ്സിലാക്കി ആ സ്റ്റുഡന്റ് പെട്ടെന്ന് അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഓഫീസേഴ്സ് എല്ലാവരും അവനെ വലയിട്ട് പിടിച്ചു. ഇവിടെ എല്ലി പേടിച്ച് ഭയന്ന് കാമുകനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ കാമുകയെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയതിനു ശേഷം ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ചെയ്യാനായി പോവുകയാണ്. അതായത് മുഴുവനും ഷട്ട് ഡൗൺ ചെയ്യും. ആ ബിൽഡിംഗിൽ നിന്ന് ഇനി എക്സാം കഴിയാതെ ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. കാരണം ആ ബിൽഡിംഗ് മുഴുവനും അടച്ചു പൂട്ടുന്നത് കാണാം. സോ ഈ ടീച്ചറിന്റെ പേരാണ് മിസ് കെൻഡ്ര. വളരെ നല്ലൊരു ടീച്ചറാണ് പുള്ളിക്കാരി. സ്റ്റുഡൻസിനോട് നിങ്ങൾ ആരും പേടിക്കേണ്ട, പേടിച്ചാലേ നിങ്ങൾക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എക്സാം എഴുതുക. എനിക്ക് ഉറപ്പാണ് എന്റെ എല്ലാ മക്കൾക്കും എക്സാം ജയിക്കാൻ കഴിയുമെന്ന്. ഈ സാറിന്റെ പേരാണ് മിസ്റ്റർ ഗ്ലാസ്. ഈ മിസ്റ്റർ ഗ്ലാസ് വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള ടീച്ചറാണ്. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്ന പെൺകുട്ടികളെ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞ് വശീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു പെണ്ണുപിടിയാനായ വൃത്തികെട്ടവനാണ് ഈ മിസ്റ്റർ ഗ്ലാസ് എന്ന സാറ്. സോ ഇവിടെ എക്സാം ആരംഭിച്ചു. പേപ്പറിലല്ല, ടാബ്ലറ്റിലാണ് ഇവർ എക്സാം എഴുതേണ്ടത്. 2 മണിക്കൂറാണ് സമയം. സോ ഇവിടെ ടൈം കഴിഞ്ഞു. ടൈം കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ടാബ്ലറ്റ് ടേബിളിൽ വെക്കണം. സമയം കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും ടാബ്ലറ്റിൽ ചെയ്യാൻ നിന്നാൽ മൈനസ് മാർക്ക് ആയിരിക്കും ലഭിക്കുക. സോ ഇവിടെ എക്സാം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എക്സാമിന്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും. അങ്ങനെ മിസ് കെൻഡ്രയും മിസ്റ്റർ ഗ്ലാസും എക്സാമിൽ തോറ്റവരുടെ പേര് വിളിക്കുകയാണ്. സോ പേര് വിളിക്കുമ്പോൾ അവര് ഭയന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ഓഫീസർ വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോകും. അവര് കരഞ്ഞ് ബഹളം വെക്കും, പ്ലീസ് എനിക്കൊരു ചാൻസ് കൂടി താ, റീടെസ്റ്റ് വേണം. അതേപോലെ ചിലർ ഇറങ്ങി ഓടാനായി ശ്രമിക്കും. എന്നാൽ കാര്യമൊന്നുമില്ല. ഈ ഓഫീസർ പിടിച്ച് അവരുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് വടി കൊണ്ട് ക്രൂരമായി അടിക്കും. സോ ഇവിടെ ഫെയിലായ പേരുടെ ലിസ്റ്റിൽ നമ്മുടെ ഹീറോന്റെ കാമുകയുടെ പേരുമുണ്ട്. അങ്ങനെ ഹീറോന്റെ തൊട്ടടുത്തിരിക്കുന്ന കാമുകയെ ഓഫീസർ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി കാമുകയെ കൊല്ലാനായി കൊണ്ടുപോകുന്നത് ഹീറോ നോക്കി നിൽക്കുകയാണ്. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഹീറോ തന്റെ അച്ഛനെ വിളിച്ചു. മകൻ എക്സാം പാസ്സായതുകൊണ്ട് അച്ഛൻ കൺഗ്രാറ്റ്സ് പറയുകയാണ്. എന്നാൽ ഹീറോ പറയാണ്, അച്ഛ അവര് എല്ലിയെ കൊണ്ടുപോയി, അവളെ അച്ഛൻ വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയും. മോനെ അതൊന്നും നടക്കത്തില്ല. ഇത് രാജ്യത്തിന്റെ നിയമമല്ലേ, നമ്മൾ എല്ലാവരും അനുസരിച്ചേ പറ്റൂ. നിയമത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്. ദേഷ്യം പിടിച്ച് അച്ഛന്റെ കോൾ കട്ട് ചെയ്ത് തന്റെ കാമുകയെ രക്ഷപ്പെടുത്താനായി ഹീറോ ഓടുകയാണ്. എന്നിട്ട് ഓഫീസേഴ്സിനൊക്കെ അടിച്ചു വീഴ്ത്തി തന്റെ കാമുകയോട് ഓടി രക്ഷപ്പെടാനായി ഹീറോ പറയുകയാണ്. എന്നാൽ വേറെ ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഹീറോനെ അടിച്ചിട്ട് പിടിച്ചു വെച്ചു. അതേപോലെ എലിയും അവര് പിടിച്ചു കൊണ്ടുപോവുകയാണ്. രണ്ടുപേരും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് 1 വർഷത്തിന് ശേഷമുള്ള കഥയാണ്. അതായത് അടുത്ത വർഷത്തെ ദ തിന്നിങ് എക്സാമിന് സമയമായി. ഇവിടെ സാറ എന്ന ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കുന്നത് കാണാം. എന്നാൽ ഒന്നും തലയിൽ കയറുന്നില്ല. അങ്ങനെ പുള്ളിക്കാരി മിസ്റ്റർ ഗ്ലാസിന് സാറിന്റെ അടുത്തേക്ക് ശാരീരികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായി പോവുകയാണ്. ലൈനയെ കാണാനായി മിസ് കെൻഡ്ര വരികയാണ്. പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണ് ലൈന. അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള നല്ലോണം പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ലൈന എന്ന് നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. സോ പുള്ളിക്കാരിയുടെ ക്യാൻസർ ബാധിച്ച അമ്മ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്, എക്സാം നന്നായി എഴുതണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ലൈനയെ കെട്ടിപ്പിടിക്കുകയാണ്. കഴിഞ്ഞ വർഷം കാമുകിയെ നഷ്ടമായ ഹീറോ ഇപ്പോഴും അതിന്റെ സങ്കടത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇവിടെ സാറ മിസ്റ്റർ ഗ്ലാസിന് സാറിന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. പുള്ളിക്കാരുടെ അദ്ദേഹം പറയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോൾ എന്തായാലും പാസ്സാവും. അങ്ങനെ സാറ നടന്നു പോകുമ്പോൾ അത് മിസ് കെൻഡ്ര ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ ഹീറോ എക്സാം എഴുതാനായി പോകുന്ന ദിവസം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷം ലൈനയുടെ സഹോദരി കോളിൻ 1ാം ക്ലാസ്സിലാണ്. സോ കോളിനും ഈ വർഷം എക്സാം എഴുതുന്നുണ്ട്. മോൾ നന്നായി എക്സാം എഴുതണമെന്നൊക്കെ ലൈന സഹോദരി കോളിനോട് പറയുന്നുണ്ട്. ഇവിടെ എക്സാമിന് പോകാനായി ഒരുങ്ങുന്ന മകനെ കാണാനായി അച്ഛൻ വന്നു. മോൻ എന്തിനാണ് എന്നോട് എപ്പോഴും ദേഷ്യത്തോടെ നിൽക്കുന്നേ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ വർഷം നിന്റെ കാമുകി നഷ്ടപ്പെട്ടതിൽ എനിക്കും സങ്കടമുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ, ഇത് രാജ്യത്തിന്റെ നിയമമല്ലേ.
അച്ഛാ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഹീറോ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഹീറോ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫൂട്ടേജ് അവിടെ ഡസ്റ്റ്ബിന്നിൽ കളയുന്നുണ്ട്. അതെന്നാൽ അച്ഛന്റെ ഒരു സെക്യൂരിറ്റി കണ്ടു. സോ ഇവിടെ ലൈനയും ബെസ്റ്റ് ഫ്രണ്ട് കെല്ലനും എക്സാം എഴുതാനായി എത്തി. അവിടെ ഒരുത്തനെ കാണും. അവന്റെ പേരാണ് വെയ്ഡ് ഫ്രീമാൻ. വലിയ ഒരു പണക്കാരന്റെ മകനാണ് ഈ വെയ്ഡ് എന്ന തലതെറിച്ചവൻ. എല്ലാവരും ഭയന്ന് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അവൻ മാത്രം സന്തോഷത്തോടെ തുള്ളിച്ചാടി മറ്റു സ്റ്റുഡൻസിനെയൊക്കെ ബുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത് കാണാം. ഇത് കണ്ട് ലേനയോട് കെല്ലൻ പറയാണ്, ഈ ബുദ്ധിയില്ലാത്തവനൊക്കെ എങ്ങനെയാണ് എക്സാം പാസ്സാവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ ഇവിടെ എല്ലാ സ്റ്റുഡൻസും ബിൽഡിംഗിൽ കയറിയതിനു ശേഷം ബിൽഡിംഗ് മൊത്തത്തിൽ ലോക്ക്ഡൌൺ ചെയ്യുന്നതായി കാണാം. ഇവിടെ ഇപ്രാവശ്യം 1-ാം ക്ലാസ്സിൽ ആദ്യമായി എക്സാം എഴുതാനായി എത്തിയ കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ അവരെ എക്സാം തോറ്റാൽ അവരെ കൊന്നുകളയുമെന്ന്. സോ അത് അവരോട് പറയാതെ കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ആനിമേഷൻ വീഡിയോ ആണ് അവർ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. സങ്കടത്തോടെ ആ 1-ാം ക്ലാസ്സിലെ ടീച്ചർ അഥവാ നമ്മുടെ ലേനയുടെ സഹോദരിയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ ക്ലാസിന്റെ വെളിയിൽ പോയി കരയുന്നതൊക്കെ കാണാം. അപ്പോ ഇവിടെ ആനിമേഷനിൽ പറഞ്ഞത് ഭൂമിയുടെ അമിത ഭാരത്തെ കുറിച്ചൊക്കെയാണ്, അഥവാ ഓവർ പോപ്പുലേഷനെ കുറിച്ചാണ്. ഇത് ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിഷ്കളങ്കമായ കുട്ടികൾ ചിരിക്കുന്നൊക്കെയുണ്ട്. സോ ഇവിടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന നമ്മുടെ ഹീറോയിനൊക്കെ കാണാം. ഈ സാറ എന്ന പെൺകുട്ടി ഭയങ്കര കോൺഫിഡന്റ് ആണ്. കാരണം മിസ്റ്റർ ക്ലാസ് എന്ന സാറുമായിട്ട് പുള്ളിക്കാരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണല്ലോ. അപ്പോൾ എന്തായാലും പാസ്സാവുമെന്ന് സാറൊക്കെ നല്ല ഉറപ്പുണ്ട്. പിന്നെ പണക്കാരന്റെ മകനായ വെയ്ഡ് ഫ്രീമാൻ ഒക്കെ ഒരു കൂസലുമില്ലാതെ ഒരു പേടിയുമില്ലാതെയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. സോ ഇവിടെ ലോഗൻ പോളിന്റെ അച്ഛന് സെക്യൂരിറ്റി ലോഗൻ ഡസ്റ്റ്ബിന്നിൽ കാണുന്ന സാധനം അച്ഛന് കൊടുക്കുകയാണ്. അത് അച്ഛൻ നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ലോഗൻ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവത്തില്ല. കാരണം എന്റെ അച്ഛൻ കൊണ്ടുവന്ന നിയമം എന്റെ ജീവൻ തന്നെ എടുക്കാനായി പോവുകയാണ്. ഇന്ന് ഞാൻ എഴുതാനായി പോകുന്ന എക്സാമിൽ ഞാൻ മനഃപൂർവ്വം തെറ്റുത്തരങ്ങൾ എഴുതാനായി പോവുകയാണ്. ഇത് കേട്ടപ്പോൾ അച്ഛന് പേടിയായി. അച്ഛൻ സെക്യൂരിറ്റിയോട് ലോക്ക്ഡൌൺ ക്യാൻസൽ ചെയ്യാനായി പറയുകയാണ്. സർ, പക്ഷെ ബിൽഡിംഗ് ഓൾറെഡി ലോക്ക്ഡൌൺ ചെയ്തു. സ്റ്റുഡൻസ് എക്സാം എഴുതാനായി ആരംഭിച്ചു. ഇനി ഒന്നും ചെയ്യാനാവത്തില്ല. ഇന്ന് അച്ഛനാണെങ്കിൽ എലക്ഷൻ പ്രമാണിച്ച് ജനങ്ങളുമൊത്ത് വലിയ കൂടിക്കാഴ്ചയുമുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് മേസൺ കിങ്. ഈ മേസൺ കിങ് ആണ് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ആ ബിൽഡിങ്ങിന്റെ സകല കൺട്രോളും ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇദ്ദേഹത്തെ ഹീറോന്റെ അച്ഛൻ ഇവിടെ കോൾ ചെയ്യുന്നത് കാണാം. സോ ഇവിടെ എക്സാം കഴിഞ്ഞതിന് ശേഷം മേസൺ കിങ് റിസൾട്ട് റെഡി ആക്കുന്നത് കാണാം. അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഫെയിൽ ആയ ഓരോ സ്റ്റുഡൻസിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷെ ഈ റിസൾട്ടിൽ എന്തൊക്കെയോ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഹീറോക്ക് മനസ്സിലായി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന, ഒരിക്കലും ഫെയിൽ ആവാൻ സാധ്യതയില്ലാത്ത കുട്ടികൾ വരെ ഇപ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട്. പിന്നെ സാറ എന്ന പെൺകുട്ടി നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ദാണ്ടെ സാറയുടെ പേര് വിളിക്കുന്നു. പുള്ളിക്കാരി ഫെയിൽഡ് ആണ്. അങ്ങനെ സാറെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സാറ പൊട്ടിക്കരയുന്നുണ്ട്. മിസ്റ്റർ ക്ലാസ് എന്ന വൃത്തികെട്ടവനായ ടീച്ചർ അത് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. സോ ഇതാണ് മിസ്റ്റർ ക്ലാസിന്റെ പരിപാടി. ഇങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ച് പേടിക്കേണ്ട, ഞാൻ എക്സാം പാസ്സാക്കി തരുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഇദ്ദേഹം യൂസ് ചെയ്യും. പക്ഷെ എക്സാം റിസൾട്ടിന്റെ കാര്യത്തിൽ അങ്ങേർക്ക് ഒരു റോളുമില്ല. പിന്നെ ഇവിടെ വേറൊരു ട്വിസ്റ്റ് കൂടി നടന്നു. ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് ലൈന. ലൈനയും ഇവിടെ ഫെയിലായി. പുള്ളിക്കാരിയെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് ഹീറോ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. കാരണം മനഃപൂർവ്വം തെറ്റുത്തരങ്ങൾ എഴുതി ഫെയിൽ ആവാനായി പോയ ഹീറോ ഇപ്പോൾ പാസ്സായി. തന്റെ അച്ഛന് ഇതിൽ പങ്കുണ്ട് എന്നും ഹീറോക്ക് മനസ്സിലായി. സോ ഇവിടെ മേസണിനെ വിളിച്ചിട്ട് ഗവർണർ ചോദിക്കാണ്, എന്തായി, റിസൾട്ടൊക്കെ വന്നോ? ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നോ? യെസ് സർ, എല്ലാം ഓക്കെയാണ്. ഇവിടെ ലേനെ കൊണ്ടുപോകുമ്പോൾ ലേനയുടെ ടീച്ചർ അവിടെ വന്ന് ഓഫീസറിനോട് പറയാണ്, സർ പ്ലീസ് അവളെ കൊണ്ടുപോകരുത്. അവൾ ഒരിക്കലും ഫെയിൽ ആവത്തില്ല, എനിക്ക് ഉറപ്പാണ്. എന്റെ സ്റ്റുഡന്റ് ആണ് അവൾ. റിസൾട്ടിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫീസർ മേസനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മേസന് റിസൾട്ടിൽ ഒരു മിസ്റ്റേക്കുമില്ല, ഓഫീസർ സ്റ്റുഡൻസിനെ കൂട്ടി വാ എന്ന് പറയുകയാണ്. അങ്ങനെ ലേനയെ കൊണ്ടുപോകുന്ന സമയത്ത് ടീച്ചർ ആരും കാണാതെ ലേനയുടെ കയ്യിൽ പുള്ളിക്കാരിയുടെ ആക്സസ് കാർഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് മോള് രക്ഷപ്പെടണം, ഇതിൽ എന്തോ ചതിയുണ്ട് എന്നും ടീച്ചർ ലേനയോട് ചെവിയിൽ പറയാണ്. സോ ഇവിടെ എക്സാം കഴിഞ്ഞപ്പോൾ പാസ്സായ സ്റ്റുഡൻസിന് ചെറിയ ഒരു പാർട്ടി ആ ബിൽഡിംഗിൽ തന്നെ ഒരുക്കി കൊടുക്കും. അപ്പോൾ ടീച്ചേഴ്സും പാസ്സായ സ്റ്റുഡൻസും എല്ലാവരും അവിടെയാണ് പോയിട്ടുള്ളത്. ഇവിടുന്ന് മിസ്റ്റർ ക്ലാസ് എന്ന സാർ വേറൊരു പെൺകുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോകുന്നത് മിസ് കെൻഡ്ര കാണുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ഗവർണർ ജനങ്ങളോട് സംസാരിക്കാൻ എത്തിയതായി കാണാം. ഇദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഗവർണറായിട്ട് 6 വർഷമായി. ഈ 6 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എഡ്യൂക്കേഷനിലും ഇന്നോവേഷനിലും അമേരിക്ക ഒന്നാമതാവണം, അതാണ് എന്റെ ലക്ഷ്യം. അതിനാണ് ഞാൻ ദ തിന്നിങ് എന്ന എക്സാം രാജ്യത്ത് നടപ്പിലാക്കിയത്. പലരും ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഈ എക്സാം കാരണം രാജ്യത്ത് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ ജനസംഖ്യയിലും ബാലൻസ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ബുദ്ധിശാലികളായ സമൂഹത്തെയും വളർത്താൻ സാധിക്കും. എല്ലാ സ്ഥലത്തും പാരസൈറ്റ്സ് അഥവാ കീടങ്ങളെ പോലെ ഒരു ഉപയോഗവുമില്ലാത്തവർ കാണും. അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുക? തുടച്ചു നീക്കുക. എന്നാൽ മാത്രമേ രാജ്യം വളരൂ. അവരെയാണ് ഈ എക്സാം വഴി രാജ്യം ഇല്ലാതെയാക്കുന്നത്.
അപ്പൊ ഈ പ്രസംഗമൊക്കെ കേട്ട് ജനങ്ങൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ മത്സരിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. സോ ഈ പ്രസംഗമൊക്കെ സ്കൂളിൽ നിന്ന് ടിവിയിൽ കണ്ട ഹീറോക്ക് അച്ഛനോട് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ ഹീറോ പാർട്ടി നടക്കുന്ന ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാം. ഇവിടെ ഫെയിലായ സ്റ്റുഡൻസിന്റെ ഓഫീസേഴ്സ് ഒരു റൂമിൽ കൊണ്ടുവന്നതായി കാണാം. എന്നിട്ട് എല്ലാവരോടും വസ്ത്രം അഴിക്കാനായി പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും വസ്ത്രം അഴിക്കുകയും ലൈന ഈ സമയം ആ ആക്സസ് കാർഡ് വായിൽ ഇടുന്നുമുണ്ട്. വസ്ത്രം അഴിച്ചതിനു ശേഷം എല്ലാവർക്കും വേറൊരു യൂണിഫോം അവർ കൊടുക്കുകയാണ്. എന്നിട്ട് അത് ധരിക്കാനേ പറഞ്ഞു. ഇവിടെ നമ്മുടെ ലോഗൻ പോളിന് വയറ്റിന് എന്തോ പരിക്ക് പറ്റിയതുപോലെ കാണാം. അങ്ങനെ ഒരു ഓഫീസർ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു പോയപ്പോൾ ലോഗൻ പോൾ ആ ഓഫീസറിനെ ഇടിച്ചു വീഴ്ത്തി. ഓഫീസറിനെ ഇടിച്ചു വീഴ്ത്തതിനു ശേഷം ആരും കാണാതെ ലോഗൻ പോൾ അവിടുത്തെ കൺട്രോൾ റൂമിൽ കയറുന്നുണ്ട്. പിന്നെ ഇവിടെ കെലൻ ആണെങ്കിൽ അവിടുത്തെ CCTV ഹാക്ക് ചെയ്ത് അതിലേക്ക് ആക്സസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവരെ കൊല്ലാനായി പോകുന്നത് കാണാം. എന്നാൽ കൺട്രോൾ റൂമിൽ എത്തിയ ലോഗൻ പോൾ ഡിവൈസ് ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ പാസ്വേഡ് ഉണ്ട്. അത് എങ്ങനെയും ലോഗൻ പോളിനെ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കൺട്രോൾ റൂമിൽ നിന്ന് ബിൽഡിങ്ങിന്റെ പവർ മുഴുവനും ലോഗന് കട്ട് ചെയ്തു. കറണ്ട് പോയ സമയത്ത് നമ്മുടെ ലൈന പെട്ടെന്ന് ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആക്സസ് കാർഡ് വെച്ച് ഡോർ തുറന്ന് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇരുട്ടായത് കൊണ്ട് തന്നെ അവിടെയുള്ള ഓഫീസേഴ്സ് ആരും ലൈന രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുമില്ല. സോ ഇവിടെ കൺട്രോൾ റൂമിൽ വന്ന ഇലക്ട്രീഷ്യന് ഇലക്ട്രിസിറ്റി ശരിയാക്കാനായി നോക്കുന്നുണ്ട്. മേസൺ ആണെങ്കിൽ ഇവിടെ വന്ന് ഓഫീസേഴ്സിനോട് ചോദിക്കാണ് ഏതെങ്കിലും സ്റ്റുഡന്റ് മിസ് ആയിട്ടുണ്ടോ എന്ന്. സർ, ആരും മിസ് ആയിട്ടില്ല, ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഡോർസ് ലോക്ക് ആണ്. അപ്പോൾ മേസൺ ഓഫീസറിനോട് എന്നാലും സാരമില്ല, ഇവിടെയുള്ള സ്റ്റുഡൻസിനെ കൗണ്ട് ചെയ്യാനായി പറയാണ്. സോ ഇവിടെ ലൈന രക്ഷപ്പെട്ട് മറ്റൊരു ഡോർ ആക്സസ് കാർഡ് വെച്ച് തുറക്കാൻ നോക്കിയപ്പോൾ ആ ഡോർ ഓപ്പൺ ആവുന്നില്ല. മാത്രമല്ല അവിടെ ഒരു ഓഫീസറും വന്നു. ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. നീ ഫെയിൽ ആയ സ്റ്റുഡന്റ് അല്ലേ എന്ന് പറഞ്ഞ് ഓഫീസർ ലൈനെ പിടിച്ചു കൊണ്ടുപോകാനായി വന്നപ്പോൾ അപ്പോഴേക്കും അവിടെ ലോഗൻ പോൾ വന്ന് ആ ഓഫീസറിനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. പിന്നെ ഇവിടെ അവർ സ്റ്റുഡൻസിനെ കൗണ്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു സ്റ്റുഡന്റ് മിസ്സിംഗ് ആണ്, അത് ലൈനയാണ് എന്ന് മേസണിന് മനസ്സിലായി. സോ ഇവിടെ ഇവര് രണ്ടുപേർക്കും ആ ഡോർ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവര് സീലിംഗിന്റെ മുകളിലേക്ക് കൂടിയാണ് പോകുന്നത്. മേസണും മറ്റു ഓഫീസേഴ്സും ബിൽഡിംഗ് മുഴുവനും ലൈനെ അന്വേഷിക്കുന്നുമുണ്ട്. സോ ഇവിടെ ഇവർ ആലോചിക്കാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന്. ലൈന, നീ എന്നാലും എങ്ങനെയാണ് ഫെയിൽ ആയത് എന്ന് ലോഗൻ ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ഫെയിൽ ആവത്തില്ല, ഞാൻ എക്സാം നന്നായി എഴുതിയതാണ്, ഇതിൽ എന്തോ ചതിയുണ്ട് എന്ന് ലൈന പറയാണ്. ഞാനും ഒരിക്കലും പാസ് ആവത്തില്ല, ഞാൻ മനഃപൂർവ്വം എല്ലാ ഉത്തരങ്ങളും തെറ്റാണ് എഴുതിയത് എന്ന് ലോഗനും പറയുന്നുണ്ട്. ഇതിൽ എന്റെ അച്ഛന് പങ്കുണ്ട് എന്നും ലേനയോട് ലോഗൻ പറയുന്നുണ്ട്. അതേപോലെ ലേനയാണെങ്കിൽ എനിക്ക് പണ്ട് മുതലേ നിന്നെ ഇഷ്ടമാണ് എന്ന കാര്യവും ലോഗൻ പോളിനോട് ഇപ്പോൾ തുറന്നു പറയുകയാണ്. എനിക്ക് പണ്ട് മുതലേ എല്ലിയോട് അസൂയാണ് അവൾക്ക് നിന്നെ കിട്ടിയത് കൊണ്ട്, പക്ഷെ ഇപ്പോൾ അല്ലാട്ടോ, പണ്ടാണ് എന്നും ലൈന ലോഗനോട് ഇവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ ഇവര് നെറ്റ്വർക്ക് റൂമിലേക്കാണ് പോകുന്നത്. മുകളിൽ നെറ്റ്വർക്ക് കേബിൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ അവർക്ക് നെറ്റ്വർക്ക് റൂമിൽ എത്താൻ കഴിയും. സോ ഇവിടെ പ്രസംഗം കഴിഞ്ഞ് ഗവർണർ പോകുമ്പോൾ അദ്ദേഹം കാണുന്ന ന്യൂസ് എക്സാം കഴിഞ്ഞ് ഇതുവരെ ബിൽഡിംഗ് ഓപ്പൺ ആയിട്ടില്ല, അകത്ത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ്. മാതാപിതാക്കളൊക്കെ ആശങ്കയിലാണ്. പിന്നെ ലൈന രക്ഷപ്പെട്ടത് ആരോ ആക്സസ് കാർഡ് വെച്ചാണ്, അല്ലാതെ അവൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഒരു ടീച്ചർ അവളെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ മേസണിന് മനസ്സിലായി. അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനെയും സ്റ്റാഫ്സിനെയും വിളിച്ചു വരുത്തി മേസൺ അവരുടെ ID കാർഡ്സും ആക്സസ് കാർഡ്സും ചെക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ മിസ് കെൻഡ്രയുടെ അടുത്ത് വന്ന് മേസൺ ID കാർഡും ആക്സസ് കാർഡും ചോദിച്ചു. എന്നാൽ ആ സമയമാണ് മേസണിന് ഒരു കോൾ വന്നത്. അങ്ങനെ മേസൺ അവിടുന്ന് പോയി. പിന്നെ ഇവിടെ സീലിംഗ് വഴി ഇവര് രണ്ടുപേരും ഇഴഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ലോഗൻ പോൾ അവിടുന്ന് പൊട്ടി താഴെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു പോവുകയാണ്. ലോഗൻ പോളിനാണെങ്കിൽ നീന്താനും അറിയത്തില്ല. അങ്ങനെ ലൈനിയും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയിട്ട് ലോഗൻ പോളിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ മേസണിനെ കോൾ ചെയ്തത് ഗവർണറാണ്. ഗവർണർ മേസണിനെ വഴക്ക് പറയാണ്. എങ്ങനെയാണ് അവിടെ പവർ കട്ട് സംഭവിച്ചത്, എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് രക്ഷപ്പെട്ടേക്കല്, ഇത്രയും കെയർലെസ് ആണോ നീ എന്നൊക്കെ പറഞ്ഞാണ് ഗവർണർ മേസണെ വഴക്ക് പറയുന്നത്. സോ ഇവിടെ ഇവര് രണ്ടുപേരും അവിടെ സ്വിമ്മിംഗ് പൂളിലുള്ള ലോക്കറിൽ നിന്ന് വസ്ത്രം മാറുകയും ഇനി അവർക്ക് വീണ്ടും എങ്ങനെയെങ്കിലും സീലിംഗ് ടോപ്പിലേക്ക് കയറണം. ഇവിടെ എക്സാമിൽ പാസ്സായ ഒരു പണക്കാരന്റെ മകനാണെങ്കിൽ ഓഫീസറിനോട് ചോദിക്കാണ് എന്താണ് ബിൽഡിംഗ് ഓപ്പൺ ആവാത്തെ, തനിക്ക് എന്റെ അച്ഛൻ ആരാണ് അറിയോ എന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ചെയ്തു ഓഫീസറിന്റെ അടുത്ത് പോയിട്ട്. അത് ആ ഓഫീസറിന് തീരെ പിടിച്ചിട്ടില്ല. ഓഫീസർ ഇലക്ട്രോണിക് വടി വെച്ച് അവനെ നിലത്തിട്ട് അടിച്ചിടുകയും ചെയ്തു. ഇത് കെലൻ ആണെങ്കിൽ കാണാതെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ സീലിംഗ് വഴി പോകുമ്പോൾ ലൈനയുടെ പോക്കറ്റിൽ നിന്ന്
ആക്സസ് കാർഡ് താഴെ വീണു പോവുകയാണ്. അവിടെയാണെങ്കിൽ മുഴുവനും ഓഫീസേഴ്സും ഉണ്ട്. അവർ ഇത് വീഴുന്നത് കണ്ടിട്ടില്ല. ലൈന പറയാണ് അതില്ലാതെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന്. സോ ഹീറോ പറയാണ് ഇതിന്റെ തൊട്ടടുത്താണ് അനാട്ടമി ലാബ്, നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെ അവര് സീലിംഗ് വഴി അനാട്ടോമി ലാബിലെത്തി. അവിടുന്ന് ഒരു മാഗ്നറ്റിക് ആയ റോപ്പ് അവർക്ക് കിട്ടി. അങ്ങനെ അതെടുത്ത് ലോഗൻ ലൈനെ സീലിംഗ് ടോപ്പിലേക്ക് കയറ്റി. എന്നാൽ ഈ സമയം അവിടെ ഒരു ഓഫീസർ കയറി വരുന്നുണ്ട്. ലോഗൻ അവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഒളിച്ചിരിക്കുന്ന ലോഗനെ ഓഫീസർ കണ്ടെത്തി ഇലക്ട്രോണിക് വടി കൊണ്ട് അടിക്കാനായി പോകുന്നതും കാണാം. ഇവിടെ ലൈനയാണെങ്കിലും റോപ്പ് വെച്ച് വീണുപോയ ആക്സസ് കാർഡ് എടുക്കാനായി പോവുകയാണ്. അങ്ങനെ അത് ലൈനെ വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓഫീസർ അത് വന്ന് പിടിക്കുകയാണ്. ആൻഡ് അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ലോഗൻ പോൾ തന്നെയാണ്. സോ നേരത്തെ ഓഫീസർ ലോഗൻ പോളിനെ പിടിച്ചപ്പോൾ ലോഗൻ പോൾ ആ ഓഫീസറിനെ ഇടിച്ചിടുകയും ആ ഓഫീസറുടെ യൂണിഫോം എടുത്തിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മിസ് കെൻഡ്രക്ക് മനസ്സിലായി മേസൺ ഇനിയും തന്റെ അടുത്തേക്ക് ഐഡി ചോദിച്ചു വരും. തന്റെ കയ്യിൽ ആക്സസ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ താൻ പെടുമെന്ന് മിസ് കെൻഡ്രക്ക് മനസ്സിലായി. എന്നാൽ കെൻഡ്രക്ക് ഒരു ഐഡിയ കിട്ടി. സോ പുള്ളിക്കാരി മിസ്റ്റർ ഗ്ലാസിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തെ വീഴ്ത്തുകയാണ്. അതായത് അദ്ദേഹത്തോട് പറയാണ് ഇത് കഴിഞ്ഞാല് നമുക്കൊന്ന് കൂടണം, എനിക്ക് സാറിനെ പണ്ട് മുതലേ ഇഷ്ടമാണ് എന്നൊക്കെ മിസ് കെൻഡ്ര പെണ്ണുപിടിയനായ മിസ്റ്റർ ഗ്ലാസിനോട് പറയാണ്. ഇതൊക്കെ കേട്ട് അങ്ങേര് വീണു പോവുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ പറയുന്ന സമയത്ത് മിസ് കെൻഡ്രയാണെങ്കിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആക്സസ് കാർഡ് മോഷ്ടിക്കുന്നുണ്ട്. സോ ഇവിടെ മേസൺ വീണ്ടും വന്നു. എന്നിട്ട് മിസ് കെൻഡറിനോട് ഐഡീസ് ചോദിച്ചു. പുള്ളിക്കാരി തന്റെ ID കാർഡും ആക്സസ് കാർഡും കാണിച്ചു കൊടുത്തു. അതിനുശേഷം മിസ്റ്റർ ഗ്ലാസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആക്സസ് കാർഡ് കാണുന്നില്ല. അങ്ങനെ മേസൺ മിസ്റ്റർ ഗ്ലാസ് ആണ് ലേനയെ സഹായിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരോടും പോകാനായി പറഞ്ഞതിനു ശേഷം മിസ്റ്റർ ഗ്ലാസിനെ ചോദ്യം ചെയ്തു. ഒന്നും മനസ്സിലാവാതെ മിസ്റ്റർ ഗ്ലാസ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മേസണും മറ്റു ഓഫീസേഴ്സും അങ്ങേരെ ഇടിച്ചു കൂട്ടുകയും ചെയ്തു. എന്തായാലും അത് അവന് കിട്ടേണ്ടത് തന്നെയാണ്. സോ ഇവിടെ നെറ്റ്വർക്ക് റൂമിൽ എത്തിയ ലൈന് ഡിവൈസ് ആക്സസ് ചെയ്യാനായി നോക്കിയപ്പോൾ അതിൽ മേസൺ കിങ്ങിന്റെ പാസ്വേഡ് അടിക്കണം. അങ്ങനെ ലൈന് ആ ഡിവൈസിൽ തന്നെ കെല്ലന്റെ മെയിൽ അയക്കുകയാണ്. അങ്ങനെ കെല്ലന്റെ സഹായത്തിൽ പുള്ളിക്കാരി ഡിവൈസിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് എക്സാം റിസൾട്ട് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഫെയിലായ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പാസ്സാണ്. എന്നാൽ പാസ്സായ പല സ്റ്റുഡൻസും ആക്ച്വലി ഫെയിൽഡ് ആണ്. എന്നാൽ അവരൊക്കെ വലിയ പണക്കാരുടെയും സ്വാധീനമുള്ളവരുടെയൊക്കെ മക്കളാണ്. അതായത് ലൈനക്ക് ഇപ്പോൾ ഇതിലെ ചതി മനസ്സിലായിട്ടുണ്ട്. സോ ഇവിടെ നേരത്തെ ഒരു സ്റ്റുഡന്റിനെ അടിക്കുന്ന ഫൂട്ടേജ് കെല്ലൻ ന്യൂസ് ചാനൽസിന് അയച്ചു കൊടുത്തു. അങ്ങനെ അത് പുറത്തു വന്നപ്പോൾ അത് വലിയ വാർത്തയായി. കാരണം പുറത്ത് മക്കളെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൂടുതൽ ആശങ്കയായി. അവരുടെ മക്കളെ കുറിച്ച് ഓർത്ത് അവർ അകത്ത് സേഫ് അല്ല എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ യഥാർത്ഥ റിസൾട്ട് കണ്ടുപിടിച്ച ലൈന അത് കെല്ലന് അയച്ചു കൊടുക്കുന്നുമുണ്ട്. കെല്ലൻ ആണെങ്കിൽ അത് മീഡിയക്ക് അയച്ചു കൊടുത്തു. പിന്നെ ഇവിടെ ലോഗൻ പോൾ ആണെങ്കിൽ അവിടെ ഫെയിലായ സ്റ്റുഡൻസിനെ കൊല്ലാനായി പോകുന്ന സ്ഥലത്ത് വന്ന് അവരെ രക്ഷിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഓഫീസേഴ്സ് എല്ലാവരും ലോഗനെ പിടിച്ച് അവിടെ കെട്ടിയിട്ടു. ലൈനയെ മേസൺ കിങ് ആണെങ്കിൽ പിടികൂടുകയും ചെയ്തു. സോ ഇവിടെ ലൈനയെ വീണ്ടും യൂണിഫോം ധരിപ്പിച്ച് അവര് കൊല്ലാനായി കൊണ്ടുവരികയാണ്. എന്നാൽ ന്യൂസിൽ ഈ വാർത്ത വന്നു. അതായത് എക്സാം റിസൾട്ടിൽ കള്ളത്തരങ്ങളുണ്ട്. ഗവർണറിന്റെ മകൻ ഉൾപ്പെടെ പല പ്രമുഖന്മാരുടെ മക്കളും എക്സാമിൽ ഫെയിൽഡ് ആണ്. എന്നാൽ അവരെയൊക്കെ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. ശരിക്കും പാസ്സായ കുട്ടികളെയാണ് ഫെയിൽ ആക്കിയത് എന്ന്. സോ ഇവിടെ ഇവരെ കൊല്ലാനായി പോവുകയാണ്. എല്ലാം അവസാനിച്ചു. തന്റെ കള്ളത്തരങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി എന്നറിഞ്ഞ ഹീറോന്റെ അച്ഛനെ മേസണിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവരെ ഒന്നും ചെയ്യണ്ട, ശരിക്കുമുള്ള റിസൾട്ട് തന്നെ പബ്ലിഷ് ചെയ്യൂ എന്നും പറയുകയാണ്. അങ്ങനെ ശരിക്കും പാസ്സായ സ്റ്റുഡൻസിനെ വെറുതെ വിട്ട് ഫെയിൽ ആയ സ്റ്റുഡൻസിനെ ഒക്കെ ഓഫീസേഴ്സ് പിടിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ ഇന്നാളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് വേഡ് എന്ന ഈ അഹങ്കാരിയായ പയ്യനൊക്കെ പൊട്ടി കരയുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ ഓഫീസേഴ്സ് പിടിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല നമ്മുടെ ലോഗൻ പോളിനെയും കൊല്ലാനായി പോവുകയാണ്. എന്നാൽ ലൈന സങ്കടത്തോടെ പൊട്ടി കരയുകയാണ്. കാരണം തനിക്ക് ലോഗൻ പോളിനെ നഷ്ടമാവുന്നത് കൊണ്ട്. ഓഫീസർ എന്നാൽ ലൈനെ പിടിച്ച് അവിടുന്ന് പുറത്താക്കി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫീസേഴ്സ് എല്ലാവരും ഈ സ്റ്റുഡൻസിനെയൊക്കെ കൊന്നു കളയുകയാണ്. പാസ്സായ സ്റ്റുഡൻസ് എല്ലാവരും ബിൽഡിംഗിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഒന്നിക്കുകയാണ്. പിന്നെ ഇവിടെ ഗവർണറിന്റെ കള്ളത്തരങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ അദ്ദേഹം തന്റെ മകനെയും തനിക്ക് നഷ്ടമായി എന്ന് പ്രസ് മീറ്റിൽ പറയുകയാണ്. കഥയുടെ അവസാനം ഒരു സീന് കൂടി കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു അൺഡിസ്ക്ലോസ്ഡ് ആയ ലൊക്കേഷനിൽ ആ ഫെയിലായ കുട്ടികളെ കൊണ്ടുവരികയാണ്. അവിടെ കുറച്ചു പേര് ജോലി ചെയ്യുന്നതും കാണാം. അവിടെയും ഈ ഓഫീസേഴ്സ് ഉണ്ട്. സോ ഇവിടെ ഇവരാരും മരണപ്പെട്ടിട്ടില്ല, ഇവരെ ബോധം കെടുത്തിയതാണ്. അങ്ങനെ ലോഗൻ പോൾ കണ്ണു തുറന്നപ്പോൾ അവിടെ കാണുന്നത് കഴിഞ്ഞ വർഷം എക്സാമിൽ ഫെയിലായി കൊല്ലപ്പെട്ട ലോഗൻ പോളിന്റെ കാമുകിയായ എല്ലിയാണ്. പുള്ളിക്കാരും ബാക്കി ഫെയിലായ എല്ലാ സ്റ്റുഡൻസും ഇവിടെ ജീവനോടെ തന്നെയുണ്ട്. എവിടെയാണ് കഥ അവസാനിക്കുന്നത്? ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. അപ്പോൾ ശരി മച്ചാമാരെ, ബൈ ബൈ.